ഷാനവാസും ആര്യനും തമ്മിൽ കയ്യാങ്കളി നടന്നു എന്നുള്ളത് സത്യമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ലൈവിൽ കാണാൻ പോകുന്ന ഭാഗമാണ്. ആര്യൻ നിന്ന സ്ഥലത്തേക്ക് ഷാനവാസ് കിച്ചൻ്റെ അകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ കിച്ചൺ ടീമിൽ ഇല്ലാത്ത ഷാനവാസ് ഇവിടെ കിടന്ന് കറങ്ങേണ്ട കാര്യമില്ല, തിരിച്ചു പോകാൻ ആര്യൻ പറയുന്നുണ്ട്. അങ്ങനെ ഷാനവാസും ആര്യനും തമ്മിൽ നല്ല രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ആര്യൻ ഷാനവാസിനെ വിളിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് വിളിച്ചു എന്ന് ഷാനവാസ് പറയുന്നു. പക്ഷേ ആര്യൻ അത് സമ്മതിക്കുന്നില്ല. ആര്യൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. അതിനെ തുടർന്ന് ആര്യനും ഷാനവാസ് തമ്മിൽ ഭയങ്കരമായ രീതിയിൽ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള അറ്റാക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അനീഷൊക്കെ പിടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ആര്യൻ്റെ ദേഹം നമ്മുടെ ഷാനവാസിൻ്റെ ദേഹത്ത് ചെറുതായിട്ടൊന്ന് മുട്ടിയതിൻ്റെ ഫലമായിട്ട് ഷാനവാസ് ആര്യനെ തിരിച്ച് ദേഹം കൊണ്ട് അടുത്തേക്ക് ചെന്ന് ഒരുപാട് തവണ മുട്ടുന്നുണ്ട്. അപ്പോൾ ആര്യൻ ചൂടായിട്ട് വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഷാനവാസും തിരിച്ച് ചൂടായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസ് നമ്മുടെ ആര്യനെ പിടിച്ച് തള്ളി. അപ്പോൾ ആര്യൻ 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി. അങ്ങനെ ഒരു കയ്യാങ്കളിയുടെ വക്കിലെത്തിയ ഒരു സന്ദർഭമാണ് ബിഗ് ബോസ് വീട്ടിൽ ഇനി നടക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആര്യനെ ഷാനവാസ് അടിച്ചു എന്ന തരത്തിലാണ് മനസ്സിലാക്കുന്നത്. കാര്യം പിടിച്ച് തള്ളുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ അസാൾട്ടാണല്ലോ. അപ്പോൾ അനീഷ് പരമാവധി ഇവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടുക്ക് കയറി കിടന്ന് ഭയങ്കരമായിട്ട് അതിന് വേണ്ടി കിടന്ന് ശ്രമിക്കുന്നുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. ഇതാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ആര്യനെ ഷാനവാസ് കൈവച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ആ ലൈവ് അത് എത്തിയതിന് ശേഷം കണ്ടതിന് ശേഷം പറയാം. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.